ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനീഷാണെന്ന് തോന്നുന്നു. ജനീഷിന്റെ അഖിലേന്ത്യാ നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പലപ്പോഴും കേരളത്തിലെ ഇന്ത്യയിലെ RSSനെ ലോകത്തെ മുസ്ലിം ബ്രദർഹുഡുമായിട്ടാണ് പലപ്പോഴും താരതമ്യപ്പെടുത്താറുള്ളത്. അപ്പോൾ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പാണ് ഇവിടെയുള്ള RSS എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യയിലെ ഒരു ശാഖയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ പല വഴിയിലും ന്യായീകരിക്കാനും അവരുടെ ചെയ്തികളെ എല്ലാ അർത്ഥത്തിലും ഇവിടെ വെള്ളപൂശാനും വേണ്ടിയിട്ട് സാക്ഷാൽ VD സതീശൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഇറങ്ങി. ഇന്നലകളിൽ കോൺഗ്രസ് അങ്ങനെ ഇറങ്ങിയിരുന്നില്ല. ഇപ്പോഴെന്താ ഇവിടെ പ്രശ്നം? ഇടതുപക്ഷത്തെ തറപറ്റിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വരട്ടെ. പാലക്കാട് ബൈ ഇലക്ഷനിൽ SDPയുടെ ആളുകൾ വീട് വീടാന്തരം കയറി ആരാധനാലയങ്ങൾ കയറിയിട്ട് UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലഘുലേഖ വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ മീഡിയ വണ്ട ആൾ ചോദിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ മറ്റു പല മാധ്യമപ്രവർത്തകരും സ്ഥാനാർത്ഥിയെ കിട്ടിയ അവസരത്തിൽ നേരിട്ട് പലതവണ ചോദിച്ചു, SDPയുടെ വോട്ട് വാങ്ങി ശരിയാണോ, നിങ്ങൾ അവരുടെ വോട്ട് സ്വീകരിക്കുന്നുണ്ടോ? പക്ഷേ SDP എന്ന് പേര് പറയാൻ തയ്യാറായിരുന്നില്ല. അപ്പം എല്ലാ അർത്ഥത്തിലും അവിടെ UDF അത്തരം ആളുകളെല്ലാം കൂട്ടി ജയിച്ച് ആദ്യത്തെ പ്രകടനം SDPയുടേതായിരുന്നു. കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ഏന്തിയിട്ടുള്ള പ്രകടനമല്ല UDFനെ ആദ്യം വരവേറ്റത്. ജനങ്ങളോട് ആദ്യം നന്ദി പറഞ്ഞ് പ്രകടനം SDPയുടെ വോട്ട് നേടി എന്ന് മാത്രമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അതായത് SDPയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് പച്ച മലയാളത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ മൈക്ക് നീട്ടിയിട്ട് ആ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു SDPയുടെയും RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. ശരി, നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ആ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഞാൻ ചോദിക്കുന്നതാണ്, SDPയുടെ വോട്ട് അദ്ദേഹം ഒരു ധാരണ ഉണ്ടാക്കി വാങ്ങിയെന്ന് കരുതുക. ഒരു ധാരണ ഉണ്ടാക്കി SDPയുടെ വോട്ട് അവർ വാങ്ങിയെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ SDPക്ക് എത്ര വോട്ടുണ്ട്? ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? അസ്വസ്ഥതയല്ല പറയുമ്പോ ലോജിക്കൽ ആവണം, അത് കണക്ക് കറക്റ്റ് ആയിരിക്കണം. SDPയുടെ വോട്ട് വാങ്ങി എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ശരി, വാങ്ങിയാൽ SDPക്ക് പാലക്കാട് എത്ര വോട്ടുണ്ട്? ഇദ്ദേഹത്തിന് എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? നിങ്ങളെ ഞാൻ ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ പ്രശ്നത്തെ വോട്ടിന്റെ എണ്ണവുമായി താരതമ്യപ്പെടുത്തണ്ട. വോട്ടിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും SDPക്കും നിർണായക സ്വാധീനമൊന്നും ഇല്ല. പക്ഷെ അവരുണ്ടാക്കുന്ന വർഗീയമായിട്ടുള്ള പ്രചരണവും അതുണ്ടാക്കുന്ന ഒരു ആശയ ലോകവുമുണ്ട്. ആ ആശയത്തിന്റെ പിന്നാലെ മുസ്ലിം സമൂഹത്തെ, മുസ്ലിം ലീഗിൽ അണിനിരന്നിട്ടുള്ള ആളുകളെല്ലാം അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, പാലക്കാട്ടെ ഇലക്ഷനിലെ മുസ്ലിം ലീഗിന്റെ റോൾ എന്താണ്? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ ചേർന്നുകൊണ്ട് അവിടുത്തെ മൈനോറിറ്റി മുസ്ലിം പോപ്പുലേഷനെ ആകമാനം എന്താണ് വർഗീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട. ഞാൻ വളരെ കൃത്യമായും പറയാം, നിങ്ങൾ ഇടയിൽ പറയല്ല. ഞാനിവിടെ വളരെ കൃത്യമായി പറയുന്നത്, കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുസ്ലിം മതസമൂഹത്തിനിടയിൽ വളർന്നു വന്ന സെക്കുലർ മനോഭാവത്തെ അതിനകത്ത് വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ട്, അതിനകത്ത് വിഷം കലർത്താൻ വേണ്ടിയിട്ട് SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ കാര്യങ്ങൾ തുറന്നു പറയും. മറ്റൊന്ന്, ഒരു ഭാഗത്ത് RSS അതിന്റെ എല്ലാവിധത്തിലുള്ള കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരും പലതരത്തിൽ ജാതി സംഘടനകളെ വിലക്കെടുക്കുന്നു, പലതരത്തിൽ ഹിന്ദു സമൂഹത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് മതസാമുദായിക ഭിന്നതയുണ്ടാക്കി അതിനകത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ